നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു പ്രഘോഷണമാണ് വിശ്വാസപ്രമാണം. അതിൽ വളരെ സംക്ഷിപ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. തിരുസഭയെപ്പറ്റിയുള്ള വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗത്ത് നമ്മൾ തിരുസഭയ്ക്ക് 4 വിശേഷണങ്ങളാണ് നൽകുക. സഭ ഏകമാണ്, സഭ പരിശുദ്ധമാണ്, സഭ ശ്ലൈഹികമാണ്, സഭ സാർവത്രികമാണ്. സഭ ശ്ലൈഹികമാണ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സഭയുടെ ശ്ലൈഹികത എന്നാൽ എന്താണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. 3 കാരണങ്ങൾ കൊണ്ടാണ് സഭ ശ്ലൈഹികമാണ് എന്ന് പറയുന്നത്. സഭ ശ്ലൈഹികമാണ് എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം, സഭ പണിയപ്പെട്ടിരിക്കുന്നത് ശ്ലീഹന്മാരുടെ അടിസ്ഥാനത്തിന്മേലാണ് എന്നുള്ളതാണ്. ഈശോ മിശിഹ തൻ്റെ സ്വന്തമായി തിരഞ്ഞെടുത്ത 12 ശ്ലീഹന്മാരുടെ അടിസ്ഥാനത്തിലാണ് സഭ പണിയപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ പെട്ടെന്ന് പറയുമായിരിക്കാം, കേപ്പാ ശ്ലീഹായുടെ അടിസ്ഥാനത്തിലാണ് സഭ പണിയപ്പെട്ടിട്ടുള്ളത്. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്നൊക്കെ ഈശോ പറയുന്നുണ്ടല്ലോ. പത്രോസ് എന്ന ഒരു ശ്ലീഹായുടെ മേലല്ല, മറിച്ച് ശ്ലീഹന്മാരുടെ മുഴുവൻ അടിസ്ഥാനത്തിലാണ് സഭ പണിയപ്പെട്ടിട്ടുള്ളത്. അത് കാതോലിക ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ശ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിയപ്പെട്ടിട്ടുള്ളത്. അത് സഭ ശ്ലൈഹികമാകുന്നതിൻ്റെ ഒന്നാമത്തെ ഒരു കാരണമാണ്. സഭ ശ്ലൈഹികമാകുന്നതിൻ്റെ രണ്ടാമത്തെ ഒരു കാരണം, ശ്ലീഹന്മാരാൽ പകർന്നു നൽകപ്പെട്ട വിശ്വാസമാണ് ഇന്നും സഭയിൽ കൈമാറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സഭയുടെ വിശ്വാസ നിക്ഷേപത്തിന് ഒരിക്കലും മാറ്റം വരിക സാധ്യമല്ല. സഭയ്ക്ക് മറ്റൊരു വിശ്വാസത്തിലേക്ക് മാറുക സാധ്യമല്ല. ശ്ലീഹന്മാർ ഈശോ മിശിഹായിൽ നിന്നും നേരിട്ട് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും തൊട്ടറിയുകയും ഒക്കെ ചെയ്ത ആ ജീവൻ്റെ വചനം, യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം ആരംഭിക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹ പറയുന്നത് പോലെ ആ വിശ്വാസ നിക്ഷേപമാണ് ഇന്നും സഭയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ നൂറ്റാണ്ടിൽ എന്താണോ സഭ വിശ്വസിച്ചിരുന്നത്, ശ്ലീഹന്മാർ ഏതൊരു വിശ്വാസമാണോ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും കടന്നു ചെന്ന് പ്രഘോഷിച്ചത്, അതേ വിശ്വാസവും അതേ സുവിശേഷ സന്ദേശവും തന്നെയാണ് ഇന്നും സഭ വിശ്വസിക്കുന്നതും സഭ പ്രഘോഷിക്കുന്നതും സഭ മുറുകെ പിടിക്കുന്നതും. സഭ ശ്ലൈഹികമാകുന്നതിൻ്റെ രണ്ടാമത് ഒരു കാരണം, ശ്ലീഹന്മാരുടെ ആ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ സംക്ഷിപ്ത രൂപം തന്നെയാണ് ഇന്നും നമ്മൾ സഭയിൽ കാത്തു സൂക്ഷിക്കുന്നത് എന്നതാണ്. മൂന്നാമത്തെ ഒരു കാരണം, സഭ ഇന്നും പഠിപ്പിക്കപ്പെടുന്നതും സഭയ്ക്ക് പ്രബോധനം നൽകുന്നതും സഭയെ വിശുദ്ധീകരിക്കുന്നതും സഭയിൽ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ശ്ലൈഹിക പിന്തുടർച്ചയാണ് എന്നുള്ളതാണ്. ഒരാളും തനിക്ക് വേണ്ടി തന്നെ തന്നാൽ തന്നെ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുന്നില്ല, മറിച്ച് ശ്ലൈഹിക പിന്തുടർച്ചയുള്ളവരുടെ കൈവപ്പ് വഴിയായാണ് ഒരാൾ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയല്ലാതെ ഒരാൾക്കും സ്വയമേവ പുരോഹിതനാവുകയോ മെത്രാനാവുകയോ സാധ്യമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആദ്യ ശ്ലീഹന്മാരുടെ കൈവപ്പ് വഴിയായി പിന്തുടർന്നു വരുന്ന പൗരോഹിത്യമാണ് ഇന്നും സഭയിൽ നിലനിൽക്കുന്നത്. ശ്ലീഹന്മാരുടെ പിൻഗാമികളാകുന്ന മെത്രാന്മാരാണ് ഇന്നും പ്രാദേശിക സഭകളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്ലൈഹിക പിന്തുടർച്ചയാണ് ഇന്നും നമ്മുടെ ഓരോ രൂപതകളെയും ഓരോ വിശ്വാസ സമൂഹത്തെയും വിശ്വാസത്തിൽ നിലനിർത്തുവാൻ സഹായിക്കുന്നതും വിശ്വാസത്തിൽ ഒരുമിപ്പിക്കുന്നതും. ഈ ശ്ലൈഹിക പിന്തുടർച്ച സഭ ശ്ലൈഹികമാകുന്നതിൻ്റെ മൂന്നാമത്തെ ഒരു കാരണമാണ്. സഭ എന്നാൽ അയക്കപ്പെടുന്നവളാണ്. പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ 12 ശ്ലീഹന്മാരെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും അയച്ചു. ശ്ലീഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അയക്കപ്പെട്ടവൻ എന്നാണല്ലോ. ഈ അയക്കപ്പെടൽ ആരംഭിക്കുന്നത് ഈശോ ശിഷ്യന്മാരെ അയക്കുമ്പോഴല്ല, മറിച്ച് പിതാവ് പുത്രനെ ആദ്യം ലോകത്തിലേക്ക് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അയക്കുന്നുണ്ട്. ആ അയക്കപ്പെടലിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് 12 ശ്ലീഹന്മാരെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും അയക്കുന്നത്. ആ 12 ശ്ലീഹന്മാരുടെ ശ്ലൈഹിക പിന്തുടർച്ച വഴിയായി ഇന്നും സഭയിൽ ഈ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ രഹസ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സഭ ഇന്നും അയക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഭ ശ്ലൈഹികമാകുന്നത് ഈ 3 കാരണങ്ങൾ കൊണ്ടാണ്. ശ്ലൈഹികമായ സഭയിൽ ശ്ലീഹന്മാരുടെ പിന്തുടർച്ചാവകാശികളായ മെത്രാന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട്, അവരുടെ സഹകാരികളായ പുരോഹിതരോട് ചേർന്നുകൊണ്ട്, ഏതൊരു ശ്ലൈഹിക വിശ്വാസമാണോ ശ്ലീഹന്മാരാൽ പ്രഘോഷിക്കപ്പെട്ടത്
അതേ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് സ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന ഈ സഭയിൽ അംഗങ്ങളായി ജീവിതാന്ത്യം വരെയും വിശ്വസ്തയോടെ ജീവിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഈശോയെ മുഖാഭിമുഖം കാണുന്ന ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന് ഈ തീർത്ഥാടനം നമുക്ക് പൂർത്തിയാക്കുവാൻ വേണ്ടി പരിശ്രമിക്കാം. സ്ലീഹന്മാരുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്ലീഹന്മാരാൽ പണിയപ്പെട്ടിരിക്കുന്ന ഈ സഭ, സ്ലീഹന്മാരുടെ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടിരിക്കുന്ന ഈ സഭ, മിശിഹായാൽ സ്ഥാപിതമായ ഈ സഭ നമുക്ക് നൽകുന്ന കൃപാവരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആത്മീയമായി വളരാൻ പരിശ്രമിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാനും സ്വർഗത്തിൽ എത്തിച്ചേരുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.